സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കാസർഗോഡ് കുണ്ടൻകുഴിയിൽ അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കർണപുടം പൊട്ടിയതിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. പ്രധാന അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും BJPയും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംഭവം ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിക്കുന്നുണ്ടെന്നും മന്ത്രി B. ശിവൻകുട്ടി അറിയിച്ചു. കുട്ടിയുടെ കർണപുടം തകർന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അവിടുത്തെ സബ് ഇൻസ്പെക്ടറുമായിട്ട് സംസാരിച്ചു നോക്കി. ഈ സ്കൂളിലിരിക്കുന്ന സ്ഥലത്ത് ഇതുവരെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല. കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു. അമ്മയും പരാതി കൊടുത്തിട്ടില്ല, ചികിത്സയിലായിരുന്നു, ഇന്ന് പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. പൊതുവിൽ എനിക്ക് പറയാനുള്ള അധ്യാപകരോടും രക്ഷകർത്താക്കളോടും പറയാനുള്ളത്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവും. അധ്യാപകരെ അങ്ങനെ ശത്രുക്കളായി നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അത്തരം എല്ലാ പ്രശ്നങ്ങളും ഒരു വലിയ വിവാദ പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് അത്ര ഗുണമല്ല. എന്നാൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതായിട്ട്, ശിക്ഷ അറിയിക്കുന്ന കുറ്റം ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അതിന്റെ ഒരു നിയമം നോക്കി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല. KV ബൈജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, ഒരു നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ അസംബ്ലിയിൽ വെച്ച് ഈ കരിങ്കൽ ചീള് കാലുകൊണ്ട് നീക്കി എന്ന് പറഞ്ഞാണ് പ്രധാന അധ്യാപകൻ ഈ സ്കൂൾ വിദ്യാർത്ഥിയെ കരണത്തിനടിച്ചത്. അങ്ങനെ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ ഇന്നലെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. പക്ഷേ കുടുംബം ഇതുവരെ അങ്ങനെ പരാതിയുമായി മുന്നോട്ട് വന്നില്ല. പക്ഷേ ഈ പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്ത് നടപടിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അധ്യാപകനെതിരെ ഉണ്ടായിരിക്കുന്നത്? ബൈജു. ടോമെ, പോലീസ് പെട്രോളിലൂടെയാണ് ഇത്തരത്തിലൊരു സംഭവം പുറം ലോകം അറിയുന്നത്. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ അസംബ്ലിയിൽ ഇത്തരത്തിൽ ശബ്ദമുണ്ടാക്കിയെന്ന് പറഞ്ഞതിന് ഈ കുട്ടിയെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. അതായത് ചെവിക്ക് അടിക്കുക, അതിനുശേഷം കർണപടം പൊട്ടുന്ന ഒരു സാഹചര്യം ഈ കുട്ടിക്കുണ്ടാവുക. ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയപ്പോൾ വിദഗ്ധ ചികിത്സ തേടണമെന്ന് ആവശ്യപ്പെടുകയും പിന്നീട് കാസർകോട്ടെ ഒരു വിദഗ്ധ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഇത്തരത്തിൽ കർണപുടം പൊട്ടിയിട്ടുണ്ടെന്നും ഇതിന് ശസ്ത്രക്രിയ വേണമെന്നും നിർദ്ദേശിക്കുകയായിരുന്നു. ഏതായാലും നിലവിൽ ഈ കേസിൽ പരാതി നൽകിയിട്ടില്ല. അല്പസമയത്തിനകം ഇവരുടെ അമ്മ ഈ ബേഡകം പോലീസിൽ പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനം ഈ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് എന്നതാണ്. മാത്രമല്ല നാളെ ഇദ്ദേഹം ഈ കുട്ടിയുടെ വീട് സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞതും വളരെ പ്രധാനമാണ്. സ്കൂളുകളിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നത്തിന് അധ്യാപകർ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ശിക്ഷ നൽകുന്നത്, അത് അത്തരം നടപടികൾ ഉണ്ട് എന്നതിന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ കുണ്ടൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ നടന്ന ഈ സംഭവം. എന്നാലും ഇതിൽ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. അല്പസമയമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ചെറിയ തോതിലുള്ള സംഘർഷം ഈ മാർച്ചിനിടയിൽ ഉണ്ടായി. പ്രധാനമായും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഈ പ്രധാന അധ്യാപകനെ സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്നാണ്. അതോടൊപ്പം SFIയുടെ മാർച്ചും BJPയുടെ മാർച്ചും ഇത് സംബന്ധിച്ച് ഈ സ്കൂളിലേക്ക് ഉണ്ടായി. അല്പസമയം മുമ്പാണ് ഇതെല്ലാം നടന്നത്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഈ പ്രധാന അധ്യാപകൻ ഇപ്പോൾ അവധിയിൽ പോയ ഒരു സാഹചര്യമുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ പ്രധാന അധ്യാപകൻ PTA കമ്മിറ്റിയോട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു തന്റെ കയ്യിൽ നിന്നും ഇത്തരത്തിലൊരു തെറ്റു പറ്റി എന്ന ഒരു കാര്യം അദ്ദേഹം സമ്മതിക്കുന്നു. അതായത് ചെറിയ തോതിൽ കൈ വീശിയതാണ്, ആ സമയത്ത് ഇത്തരത്തിൽ ചെവിക്ക് ശക്തമായി കൊള്ളുകയായിരുന്നു. അങ്ങനെയാണ് ഈ സംഭവം എന്നാണ് ഈ പ്രധാന അധ്യാപകൻ പറയുന്നത്. എന്ത് തന്നെയായാലും ഇത്തരത്തിലൊരു അസംബ്ലി നടക്കുന്നു, അവിടെ ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ എല്ലാവരോടും കാണെ ഇത്തരത്തിൽ മർദ്ദിക്കുന്നു, ഇത്തരത്തിൽ വലിയ ക്രൂരമായി അടിക്കുന്നു. മാത്രമല്ല ഈ സഹോദരി ഉണ്ടായിരുന്നു, ഈ 10ാം ക്ലാസ്സുകാരന്റെ സഹോദരി ഉണ്ടായിരുന്നു. ഇത് കണ്ട് സഹോദരി ബോധം കെട്ട് വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ എല്ലാ ആളുകളുടെയും മുന്നിൽ ആണ് ഈ കുട്ടിയെ ആക്രമിച്ചത്. ഏതായാലും ഇന്ന് പരീക്ഷയാണ്, ഓണപരീക്ഷ തുടങ്ങുന്നതാണ് 10ാം ക്ലാസ്സിന്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഇന്ന് പരീക്ഷ എഴുതാൻ എത്തിയിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞ് അതിനുശേഷം ഒരു 4 മണിയോടുകൂടി ബേഡകം പോലീസിൽ ഇവർ പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാലും പോലീസ് ഇതിൽ ഇനി എന്ത് കേസെടുക്കുന്നു അതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ടോമയെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇതേ പോലീസ് നമ്മൾ സ്പോട്ട് ന്യൂസിൽ ചർച്ച ചെയ്തതാണ് കാസർഗോഡ് ജില്ലയിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട കഥ. ഇതേ ഗവൺമെന്റ് സ്കൂളിൽ, അതായത് കുണ്ടൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ 7 +2 വിദ്യാർത്ഥികൾ +1 വിദ്യാർത്ഥിയെ ഷൂസ് ധരിച്ചെത്തിയതിനും ടീഷർട്ട് ധരിച്ചെത്തിയതിനും ക്രൂരമായി ആക്രമിക്കുന്ന, മർദ്ദിക്കുന്ന ഒരു സംഭവം കൂടി ഇതേ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോൾ 7 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ നടക്കുന്ന ഒരു സ്കൂളാണ്. ശരി,
ഏതായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരം നടപടികൾ ഇല്ലാതിരിക്കാനുള്ള കർശനമായ ഇത്തരത്തിൽ നടപടി ഉണ്ടാകണമെന്നൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഏതായാലും അധ്യാപകൻ ഇപ്പോൾ ഈ അവധിയിൽ പോയിട്ടുണ്ട്. അധ്യാപകൻ തെറ്റ് സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഈ അധ്യാപകനെതിരെ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. DDE അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രിൻസിപ്പലിനെതിരെ ഇത്രയധികം ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ, കാരണം ഇതിനു മുൻപ് അവിടെ റാഗിംഗ് പരാതി ഉയർന്നു വന്നപ്പോഴും അന്ന് അവിടെ ഈ ആരോപണ വിധേയരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കർശനമായ, പ്രത്യേകിച്ചും റാഗിംഗ് നിരോധന നിയമമുള്ള ഒരു നാട്ടിൽ ഈ രീതിയിൽ വിദ്യാർത്ഥി സംഘർഷം അല്ലെങ്കിൽ ജൂനിയർ വിദ്യാർത്ഥികളെ, സ്കൂൾ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന സംഭവം ഉണ്ടാകുമ്പോഴും ഈ അധ്യാപകന്റെ ഭാഗത്തുനിന്ന്, പ്രധാന അധ്യാപകന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ല. എന്ത് നടപടിയായിരിക്കും ഈ ഇത്തരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാന അധ്യാപകനെതിരെ സ്വീകരിക്കുക? ഇതിൽ പോലീസ് ഏത് വകുപ്പ് ചേർത്ത് ഇതിൽ കേസ് കുറ്റം ചുമത്തും എന്നാണ് ഇതിൽ പ്രധാനം. അതനുസരിച്ച് ആയിരിക്കും ഇതിൽ നടപടി ഉണ്ടാകുക. ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി ലഭിച്ചതനുസരിച്ചായിരിക്കും ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകും. ഒരു പക്ഷേ തുടക്കം എന്ന നിലയിൽ ഇതിൽ സസ്പെൻഷനിലേക്ക് ഉണ്ടാകാനാണ് ആദ്യ സാധ്യത. നേരത്തെ ടോം സൂചിപ്പിച്ചത് പോലെ തന്നെ ഈ റാഗിംഗ് കേസ് ഉയർന്നു വന്നപ്പോൾ യാതൊരു നടപടിയും സ്വീകരിച്ചതല്ല. അത് ശക്തമായ വലിയ തോതിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. നമ്മളാണ് ആ സംഭവം റിപ്പോർട്ട് ചെയ്തത്. അതിനെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും പോലീസ് കേസെടുത്തതിന് ശേഷമാണ് 7 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നടപടി അധികൃതരുടെ ഭാഗത്തുണ്ടായത്. അത്തരത്തിൽ വലിയ വീഴ്ച ആ സമയത്തും ഉണ്ടായിരുന്നു. ഈ സംഭവത്തിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം തിങ്കളാഴ്ച നടന്ന ഒരു സംഭവമാണ്. ഇതിലൊരു ഒത്തുതീർപ്പ് നടത്താനുള്ള ഒരു ശ്രമം ഉണ്ടായെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം തിങ്കളാഴ്ച നടന്ന സംഭവം ഇന്നലെ രാത്രിയോടുകൂടി ന്യൂസ് 18 പുറത്തുവിടുമ്പോഴാണ് ഈ സംഭവത്തിന് ഗൗരവം അറിയുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ അമ്മ പ്രതികരിക്കുന്നതും മാത്രമല്ല ഈ വിദ്യാർത്ഥി ഉൾപ്പെടെ ന്യൂസ് 18നോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായതും. എന്തായാലും ഇതിൽ ഒത്തുതീർപ്പ് ശ്രമം നടന്നിരുന്നു. ഇപ്പോൾ ഈ പ്രധാനാധ്യാപകൻ പറയുന്നത് ഈ കുട്ടിയുടെ മുഴുവൻ ചെലവും താൻ വഹിക്കാം. തന്റെ കയ്യിൽ നിന്നും ഒരു തെറ്റ് സംഭവിച്ചു. കൈ വീശുന്നതിനിടെ ഇത്തരത്തിൽ ശക്തമായി ചെവിക്ക് കൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. താൻ മനഃപൂർവ്വം ഇത്തരത്തിൽ മർദ്ദിക്കാൻ ഉദ്ദേശിച്ചില്ല എന്നാണ് PTA കമ്മിറ്റിക്ക് മുമ്പാകെ ഇദ്ദേഹം പറഞ്ഞിരുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇദ്ദേഹം ഇതുവരെ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ PTA കമ്മിറ്റിക്ക് മുമ്പിൽ ഇങ്ങനെയാണ് പറഞ്ഞതെന്നാണ് PTA കമ്മിറ്റി വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസിന്റെ FIR ഏത് രീതിയിലായിരിക്കുമോ അതനുസരിച്ചായിരിക്കും ഇതിലെ തുടർ നടപടികൾ ഉണ്ടാവുക. ഈ അധ്യാപകനെതിരെ, പ്രധാന അധ്യാപകനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നൊക്കെ അറിയാം. ഏതായാലും സസ്പെൻഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു. മന്ത്രി കുടുംബവുമായി സംസാരിച്ചു, മറ്റ് ഉദ്യോഗസ്ഥരോടും സംസാരിച്ചു. മന്ത്രിക്ക് ഇതിൽ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പരാതി എടുക്കാത്ത സാഹചര്യമായതുകൊണ്ടാണ് ഇതിൽ ഒരു നടപടി ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും പരീക്ഷ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ബേഡകം പോലീസിൽ പരാതി നൽകുന്നുണ്ട്. ആ പോലീസിന്റെ തുടർ നടപടി അനുസരിച്ചായിരിക്കും അധ്യാപകനെതിരെ ഏത് രീതിയിലുള്ള ഈ ശിക്ഷണ നടപടി ഉണ്ടാകും. അത് ഒരു പക്ഷേ സസ്പെൻഷൻ, തുടക്കത്തിൽ സസ്പെൻഷനായിരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് കൂടുതൽ നടപടികൾ വേണമെന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. ഏതായാലും ഇയാളെ ഈ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അത്ര വരെ ഇത് പ്രതിഷേധം ശക്തമായി തുടരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം SFIയും BJPയും ഇതേ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നേരിയ തോതിലുള്ള സംഘർഷമുണ്ടായി, ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഇപ്പോൾ പരീക്ഷ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് എത്താതെ കാര്യം നടന്നു. നാളെ ബാലാവകാശ കമ്മീഷൻ ഈ കുട്ടിയെ സന്ദർശിക്കുന്നുണ്ട്. കുട്ടിയെ വീട്ടിലെത്തിയായിരിക്കും സന്ദർശിക്കുക. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും. നിലവിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം DYSP, ബേക്കൽ DYSPയോട് ഇതിന്റെ വിശദമായ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കാസർഗോഡ് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് വിദ്യാർത്ഥിയുടെ കർണപുടം അടിച്ചു തകർത്ത അധ്യാപകനെതിരെ ബാലാവകാശ കമ്മീഷനാണ് കേസെടുത്തിരിക്കുന്നത്. നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി B. ശിവൻകുട്ടിയും ഉറപ്പ് നൽകിയിട്ടുണ്ട്.